ഈ യാത്ര ഇനി ഒരിക്കലും മടക്കമില്ലാത്തൊരു യാത്രയാണ് എന്ന് നമ്മൾ വേദനയോടെ തിരിച്ചറിയുകയാണ്. കണ്ണേ കരളെ VSA എന്ന് വിളിച്ച മുദ്രാവാക്യങ്ങൾ അതിപ്പോഴും അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ സജീഷ്? AKG സെൻറ്ററിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമാണ് ഈ VSന്റെ തിരുവനന്തപുരത്തെ വസതിയിലേക്കുള്ളത്. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷയേക്കാൾ വേഗത്തിൽ വീട്ടിലേക്ക് എത്തും എന്നുറപ്പാണ്. VS ഏതായാലും AKG സെൻറ്ററിൽ നിന്ന് അവസാനമായി സഖാക്കളുടെ അഭിവാദ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് അവസാന യാത്രയ്ക്ക് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. 3 കിലോമീറ്റർ ഒരുപക്ഷെ 10-15 മിനിറ്റിനുള്ളിൽ അവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. റെഡ് വോളണ്ടിയർമാർ ആംബുലൻസിന് ചുറ്റും സുരക്ഷാ വലയം തീർക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അണമുറിയാത്ത ജനപ്രവാഹം ഇപ്പോഴും പാളയം ഉൾപ്പെടെയുള്ള തെരുവീഥികളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. VS അവർക്ക് ആരായിരുന്നു എന്നതിന് മറ്റൊരു സാക്ഷ്യം ആവശ്യമില്ല. കാരണം കേരളം കണ്ട ഏറ്റവും ഒരു ജനകീയനായ നേതാവിനെയാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ആയിരങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുതന്നെ ഇനിയും അണമുറിയാത്തൊരു പ്രവാഹമായി പല സ്ഥലങ്ങളിലും നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തെ മിക്ക റോഡുകളിലും ഒരുപക്ഷെ VSനെ കാണുവാൻ വേണ്ടി ആളുകൾ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു 10-15 മിനിറ്റിനുള്ളിൽ തമ്പുരാൻമുക്കിലുള്ള VSന്റെ വീട്ടിലേക്ക് വിലാപയാത്രയും ഒപ്പം തന്നെ ആംബുലൻസും എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VSുമായുള്ള ആംബുലൻസ് നീങ്ങുകയാണ്. വിലാപയാത്രയായി പ്രവർത്തകർ പിന്നാലെ. ചങ്ങല പോലെ കൈകോർത്ത പാർട്ടി വളണ്ടിയർമാർ ആംബുലൻസ് മുന്നിലുണ്ട്. പ്രകാശ് കാരാട്ട് VSന്റെ വീട്ടിലെത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. CPM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് VSന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. പാവങ്ങളുടെ പടത്തലവൻ എന്നാണ് VSനെ AK ആന്റണി വിശേഷിപ്പിച്ചത്. AKGക്ക് ശേഷം ആ ഒരു വിശേഷണം ഇന്ന് AK ആന്റണി VSന് നൽകുകയാണ്. അദ്ദേഹത്തിന് തന്നെ വാക്കുകൾ. അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന വേളയിലാണല്ലോ അധികാര സ്ഥാനങ്ങളിലേക്ക് അടക്കം എത്തുന്നത്. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ തന്നെ ഇപ്പോഴും നമ്മുടെയൊക്കെ കാതുകളിൽ മുഴങ്ങുകയാണ്. തല നരയ്ക്കുകയല്ല എൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ല എൻ്റെ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ്റെ മുൻപിൽ തല കുനിക്കാത്തതാണ് എൻ്റെ യൗവനം. VSനെ അടയാളപ്പെടുത്തിയ ഒരു കാലഘട്ടം അങ്ങനെയായിരിക്കും ഇക്കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനെ രേഖപ്പെടുത്താൻ പോകുന്നത്. VS ഉണ്ടായിരുന്ന നൂറ്റാണ്ട് അല്ലെങ്കിൽ VSന്റെ നൂറ്റാണ്ട്. VS എന്ന രണ്ടക്ഷരം അത് ഭാവിയിലേക്കുള്ള ഒരു അടയാളപ്പെടുത്തലായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അണികളുടെ വിപ്ലവാഭിവാദ്യങ്ങൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഹൃദയാഭിവാദ്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിയാണ് ഇത്രയും നേരം പാർട്ടി ആസ്ഥാനത്തെ പൊതുദർശന വേളയിൽ നമ്മൾ VSനെ കണ്ടത്. ഇപ്പോൾ മൃതദേഹം തമ്പുരാൻമുക്കിലേക്ക് എത്തുകയാണ്. തലസ്ഥാനം VSന് വിട ചൊല്ലുകയാണ്. AKG സെൻറ്ററിൽ നിന്ന് മടങ്ങുന്നു. തമ്പുരാൻമുക്കിലെ വീട്ടിൽ രാവിലെ 9 മണി വരെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സൂക്ഷിക്കും. അതിനുശേഷം 9 മണിക്കാണ് പൊതുദർശനം. 9 മണി മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനത്തിൽ പൊതുജനങ്ങൾക്ക് ആദരമർപ്പിക്കാനുള്ള സൗകര്യമുണ്ടാകും എന്നതാണ് പാർട്ടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിലാപയാത്ര തുടങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്ന 2 മണിയാകുമ്പോഴേക്കും പൊതുദർശനം പൂർത്തിയാകാനുള്ള സാധ്യതകൾ ഈ ഒരു രീതിയിലാണെങ്കിൽ വളരെ കുറവാണ് എന്ന് വേണം നമ്മൾ കരുതാനല്ലേ? നേരം അർദ്ധരാത്രിയോടടുക്കുന്നു. സമയം 12 മണിയോടടുക്കുന്നു. തളർച്ചയില്ലാത്ത മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പോരാട്ടങ്ങൾ സഭയ്ക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു ഈ ആംബുലൻസ് എന്നതാണ്. നിയമസഭയ്ക്ക് അകത്തും പുറത്തും എത്ര കാലം മുഴങ്ങിക്കേട്ടതാണ് ആ ശബ്ദം.
തലസ്ഥാന നഗരത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. VS കടന്നു വരുന്ന വഴികൾ, സമരവീഥികളിലൂടെ ഒരുപാട് ദൂരം പോയ VS ഇപ്പോൾ ഒരു മടക്കയാത്രയിലാണ്. ആവേശത്തോടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ മുദ്രാവാക്യങ്ങൾ കേൾക്കാത്ത ഇടത്താണ് VS എന്ന് അറിയുമെങ്കിലും സമരവഴിയിലൂടെ ഞങ്ങളെ നയിച്ച ആ പോരാളിക്ക് ഏറ്റവും നല്ല രീതിയിൽ വിട പറയണമെന്ന് തീരുമാനിച്ചുകൊണ്ട് യുവാക്കളടക്കം ഒപ്പം നടക്കുകയാണ്. പോരാടുന്നു ഞങ്ങളിലൂടെ എന്നവർ ഉറക്കെ ഉറക്കെ വിളിക്കുകയാണ്. പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല. VS തുടങ്ങി വെച്ചതിനൊരു തുടർച്ചയുണ്ടാകും. അത്രയധികം ജനഹൃദയങ്ങളിൽ തീ പടർത്തിയിട്ടുണ്ട് VSന്റെ വാക്കുകൾ, VS തുടങ്ങി വെച്ച പോരാട്ടങ്ങൾ. അവയ്ക്കൊക്കെ ഒരു തുടർച്ചയുണ്ടാകും. അങ്ങനെ VS അച്യുതാനന്ദൻ ഇനിയും ജീവിക്കും ഞങ്ങളിലൂടെ എന്ന് ആവർത്തിച്ചു പറയുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരു മനുഷ്യന് ഒരു തലമുറയെയല്ല, ഒന്നിലധികം തലമുറകളെ ഒരേ രീതിയിൽ പ്രചോദിപ്പിക്കാൻ, അവരുടെ മുന്നോട്ടുള്ള വഴിക്ക് ഊർജ്ജമേക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾ ആ ജീവിതത്തിൽ വിജയിച്ചുവെന്നാണ് അർത്ഥം. പ്രിയപ്പെട്ട VS, താങ്കൾ വിജയിച്ചാണ് മടങ്ങുന്നത് ഈ ഭൂമിയിൽ നിന്ന്. ഒരു നൂറ്റാണ്ട് കാലത്തെ ജീവിതം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കൊത്തിവെച്ചുകൊണ്ടാണ് VS മടങ്ങുന്നത്. തമ്പുരാൻമുക്കിൽ VSന്റെ മൃതദേഹം എത്തുമ്പോൾ അവിടെ അദ്ദേഹത്തിനൊപ്പം ഏറെക്കാലം പ്രവർത്തിച്ച പ്രകാശ് കാരാട്ട് അടക്കം കാത്തു നിൽക്കുകയാണ്. MA ബേബിയും പ്രകാശ് കാരാട്ടുമൊക്കെ ആ വീട്ടിൽ കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട VSന്റെ മടക്കയാത്ര അതും ഒരു വീരോചിത മടക്കയാത്രയായി മാറുകയാണ്. അനുകരണങ്ങൾക്കപ്പുറം തൻ്റെതായ മുദ്ര പതിപ്പിച്ച് VS മടങ്ങുകയാണ്. ഒരുപാട് ഓർമ്മകൾ വന്നു പോവുകയാണ് VSനെ കുറിച്ച്. അദ്ദേഹത്തെ അറിയാവുന്ന ആളുകളുടെയൊക്കെ മനസ്സുകൾ. അവിടെ എത്തിച്ചേരാൻ കഴിയാത്തവർ മനസ്സുകൊണ്ട് അഭിവാദ്യം അർപ്പിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട VS. ആംബുലൻസ് തമ്പുരാൻമുക്കിലെ വീട്ടിലേക്ക് നീങ്ങുകയാണ്. റെഡ് വോളണ്ടിയർമാർ ഒപ്പമുണ്ട്. മുദ്രാവാക്യം സമരമാക്കിയ മറ്റൊരു നേതാവില്ല.